ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എനിക്ക് നെയ്ച്ചോറ് തിന്നാൻ ഭയങ്കര ഒരാഗ്രഹം. നെയ്ച്ചോറിന് വേണ്ടി സാധനം വാങ്ങാൻ വേണ്ടി വീഡിയോയിലേക്ക് പോകാൻ. അത് കഴിഞ്ഞിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മളവിടെ അടുത്തുള്ള ചിക്കൻ വാങ്ങാൻ വേണ്ടി ഇതാണ് ചിക്കൻ കടയിൽ പോയി ചിക്കൻ വാങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നെയ്ച്ചോറിന് വേണ്ടി. അതിൻ്റെ ശേഷം നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് അരി കഴുകി. ഇത് നമ്മളെ പശു നെയ്യാണ്. അത് കുറച്ച് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. പിന്നെ കുറച്ച് സാദാ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ കഴുകി വെച്ച റൈസ് എടുത്തിട്ട് അതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അതൊരു ആരും ചെയ്യാത്തതാണോ എനിക്കറിയില്ല, ഞങ്ങളങ്ങനെയാണ് ചെയ്യൽ. നല്ല ടേസ്റ്റോടെ കിട്ടും. ഇങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പം റൈസ് ഇട്ടിട്ടൊന്ന് ഇതാക്കി കൊടുക്കണം, വറുത്ത് കൊടുക്കണം. അതൊരു ഇതായി വരുമ്പോഴാണ് നന്നായിട്ട് വറുക്കണം. വെള്ളമൊക്കെ പോയി നല്ല വറുത്തൊരു നല്ലൊരു ഇതായി വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ശേഷം ഒരു കുക്കർ എടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കണം. കുറച്ച് സാധാ നെയ്യും പിന്നെ കുറച്ച് നെയ്യും ആർക്കേഷ്യൻ നെയ്യോ അങ്ങനെ എന്തെങ്കിലും നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ വറുത്ത് വന്നത് ആ കുക്കറിലേക്ക് ഇടണം. അതിൻ്റെ മുന്നേ അണ്ടിയും മുന്തിരിയും ഒന്ന് അതിലിടണം, ചൂടാക്കിയെടുക്കണം. ഇത് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയും. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാം, നന്നായിട്ട് വറക്കണം. പിന്നെ അതിലേക്ക് ഏലക്കായ്, കറാമ്പ, പട്ട അങ്ങനത്തെ എല്ലാ ഐറ്റംസും അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഒന്ന് ഇതാക്കിയെടുക്കണം. അതൊന്ന് നേരെ വരുമ്പോൾ അത് കറാമ്പ് ഇട്ടിട്ട് അതൊന്നും കൂടി ഇളക്കണം. അങ്ങനെ കുറച്ചൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കിയെടുക്കുക. അപ്പം നമ്മളെ റൈസായി. അത് നമുക്ക് അതിൻ്റെ മുന്നേ കുറച്ച് ഉള്ളിയും പുതിനയും ആ കുക്കറിലേക്ക് ഇടണം. ആ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതിൽ ഞാൻ ചമച്ച് തിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ശേഷം കുറച്ച് കരിവേപ്പിലൻ്റെ ഇല, ഇതിൻ്റെ വീട്ടിലുണ്ടായ കരിവേപ്പിലൻ്റെ ഇലയാണ്. അതൊരു 2 ഇല്ലയോ 3 ഇല്ലയോ ഇട്ട് കൊടുക്കാം. ഇത് ഫ്രഷ് കരിവേപ്പിലാണ്, വീട്ടിൽ തന്നെ ഉണ്ടായിട്ട് ഇടണതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഗ്യാസ് ഓണാക്കാം. ഉള്ളിയും പുതിനയും കരിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു 1.5 കപ്പ് ഒരു പാത്രത്തിൽ വെള്ളം അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നത് തിളച്ച് വരണം. ഇനി അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിങ്ങനെയൊക്കെയാണ് വെള്ളം ഒഴിക്കുന്നത്. എനിക്ക് അത്ര ഉണ്ടാക്കാനൊന്നും പ്രൊഫഷണലൊന്നും അറിയില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞിരുന്ന പോലെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാണ്. ഒരു 1/2 കപ്പും കൂടി വെള്ളം ഒഴിക്കുക. അങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ വെള്ളം ഇതാക്കിയത്. അപ്പോൾ ഇതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇത് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അതിലേക്കൊരു സ്പെഷ്യലായിട്ടൊരു സാധനം ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളാരും ഇടുമോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കാണിച്ചത്. കുറച്ച് ഉപ്പിടണം ഗൈസ്, കുറച്ച് ഉപ്പിട്ടാൽ മതി. ഞാൻ ഇത്ര അറിയാണ്ട് ഓവറാക്കി എടുത്തുകൊണ്ടുവന്നതാണ്. എല്ലാവർക്കും അറിയാമല്ലോ ഉപ്പിൻ്റെ അളവ്. ആ ഒരു ഇത്തിരി ഉപ്പെടുത്തിട്ട് ആ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഉപ്പിട്ടെടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്ത് വരാം. അപ്പം തിളച്ചിങ്ങനെ വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇട്ടെടുക്കേണ്ടത് പച്ചമുളക്. ഈ പച്ചമുളക് ഞങ്ങളൊരു സ്പെഷ്യലാണ്. അതാരും അങ്ങനെ ഇടാത്തതാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇടണത് സ്പെഷ്യലാണ്. അത് ഇട്ട് നോക്കിയിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കണം എല്ലാവരും. പച്ചമുളക് ഇട്ടതിൻ്റെ ശേഷം 4 പച്ചമുളക് ഇടണം. 4 5 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. ഞങ്ങൾ കുറച്ച് സ്പൈസി അതിനെക്കൊണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിനെക്കൊണ്ടാണ് ഇത്ര തോന്നെ പച്ചമുളക് ഇട്ടത്. എന്നിട്ട് ആ കുക്കർ ജസ്റ്റ് ഒന്ന് അടിച്ചിക്കണ്ട, ജസ്റ്റ് ഒന്ന് മൂടി ഇങ്ങനെ വെക്കുക. അത് തിളച്ച് വരുന്നവരെ അങ്ങനെ തന്നെ നിന്നോട്ടെ. നമുക്ക് കുക്കർ ഇങ്ങനെ വെച്ച് തിളച്ച് അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചിക്കൻ കേക്ക് കൊണ്ട് നിൽക്കുകയാണ്.
അതിന് ശേഷം തിളച്ച് വന്നു. ഇതാണ് അരി. ഇനി നമ്മൾ വറുത്ത് വെച്ച അരി ഇതിലേക്ക് ഇടണം. ഇങ്ങനെ ഒരു ടൈപ്പിൽ തിളച്ച് വരുമ്പോഴാണ് അരി കണ്ടില്ല, നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ വറുത്ത് വെച്ച അരിയാണിത്. ഇത് നമുക്ക് ആ കുക്കറിലേക്ക് സെർവ് ചെയ്യാം. കുക്കറിലേക്ക് അത് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഉപ്പ് ഇട്ടിക്കണേ, പക്ഷെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ്. അതിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കട്ട പിടിക്കാത്ത രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് അടിച്ച് വെക്കാം. ഒരു വിസിൽ മാത്രം മതി ഇതിന്. ഒറ്റ വിസിലിൻ്റെ ഉള്ളിൽ സംഗതി എല്ലാം റെഡിയാവും. ഒരു വിസിലടിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അലിഞ്ഞു കൊളാവും. അത് ശ്രദ്ധിക്കുക. ഇനി എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്തതാണ്. ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അത്ര കട്ടിങ്ങൊന്നും അത്ര അറിയത്തില്ല. നമ്മളെ കരിവേപ്പില അത് ചെറിയൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എല്ലാവർക്കും അറിയണമല്ലേ ചിക്കൻ കറി ഉണ്ടാക്കാൻ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിൻ്റെ ശേഷം കുറച്ച് ചൂടായിട്ടെല്ലാവരും ഉലുവട്ടാൽ മതി. ഞാൻ എൻ്റെ ആക്രാന്തത്തിലാണ് ഇത്ര തോനൊക്കെ ചെയ്യുന്നത്. മെല്ലെ ഇട്ടാൽ മതി. എൻ്റെ കൈയൊക്കെ പൊള്ളുന്നുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഓവറാക്കിയിട്ടിട്ടാണത്. അത് ചൂടായി വരുമ്പോൾ ഒരു ഇത്തിരി ഉലുവ ഇട്ടെടുക്കാം. നമ്മൾ കുറച്ച് ഉലുവ ഇട്ടെടുത്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ മൊയ്ന്തത്തരം ചെയ്യേണ്ടി വരും. കുറച്ച് ഉലുവ ഇട്ടെടുക്കാം. ഇനി അതിൻ്റെ ശേഷം നമ്മൾ പെരുംജീരകം ഒരു ടീസ്പൂൺ ഇട്ടെടുക്കുക. കുറച്ചിട്ടെടുത്താൽ മതി. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എത്ര ഇടേണ്ടതെന്ന്. ഞാൻ ചോദിച്ചിട്ടാണ് ഇടണത്. ഒരിത്തിരി ഇട്ടെടുക്കുക. പെരുംജീരകം ചൂടായി വരുമ്പോൾ കുറച്ച് പെരുംജീരകം ഇട്ടെടുക്കുക. നേരത്തെ എൻ്റെ കൈ പൊള്ളി, അതാണ് ഞാനിങ്ങനെ കളിക്കണത്. കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. കൈയൊക്കെ പൊള്ളലുണ്ടാവും. അതൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും തട്ടണത്. കൈയൊക്കെ നന്നായിട്ട് പൊള്ളിക്കണേണ്ടത്. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കരിയണ്ട. ലോ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാവരും ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മളെ സ്വന്തം ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം സ്വന്തം എന്തിടും, ഉള്ളി ഇടണം. നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള എല്ലാവരും ഇട്ട് കൊടുക്കണം. സവാള വഴറ്റി വരാൻ മീൻസ് അതൊന്ന് ഒരു ഇതായി വരുമ്പോൾ കുറച്ച് ഉപ്പിട്ടെടുത്താൽ വേഗം സവാള ഇതായി വരും. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം ഇളക്കി വഴറ്റി നല്ല സവാള ഒരു ഇതായി വരുമ്പം നമ്മളെ സ്വന്തം തക്കാളി നമുക്കിടണം. അതിൻ്റെ ശേഷം നമ്മളെ സ്വന്തം തക്കാളി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ തക്കാളിയും എടുത്ത് നന്നായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതങ്ങോട്ട് നല്ലോണം പോലെ ഒന്ന് ഇളക്കി ഉള്ളിനും തക്കാളിനും പെരുംജീരകത്തിനും ഉലുവയൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് ഇട്ട് കൊടുക്കുക. പുതിന, പച്ചമുളക്, വെളുത്തുള്ളി ഇതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കണം. പിന്നെ നമ്മളെ സ്വന്തം കരിവേപ്പില 2 അല്ലി കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഫ്രഷ് കരിവേപ്പിലാണ് ഗൈസ്, വീട്ടിൽ തന്നെ ഉണ്ടായ കരിവേപ്പില. പിന്നെ അതിൻ്റെ ശേഷം നമ്മളെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. എൻ്റെ കൈ ഇടയ്ക്കിടയ്ക്ക് പൊള്ളുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് വഴറ്റി വരുമ്പോഴാണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഒരു സ്പൂണൊന്നും ഇട്ട് കൊടുക്കേണ്ട. ഒരു ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. എനിക്കറിയില്ലേനു, ഞാനൊരു ചോദിച്ചിട്ടാണ് ഇടുന്നത്. ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഇട്ട് കൊടുത്താൽ മതി, ഓവറായ കഴിക്കും. അതിൻ്റെ ശേഷം നമ്മളെ സ്വന്തം മുളകും പൊടി ഞാനൊരു 5-6 ടീസ്പൂൺ ഇടണം വിചാരിച്ചിരുന്നു. പക്ഷെ 3 ടീസ്പൂണും ഇട്ട് കുറച്ചും ഇട്ട്. ഇവിടെ സ്പൈസി ഇഷ്ടമുള്ള ആൾക്കാരെ കൊണ്ട് കുറച്ച് കൂടുതലിട്ടതാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇളക്കി 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 നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല അല്ല ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ പേരെന്താ, മല്ലിപ്പൊടിയാണെന്ന് തോന്നുന്നു. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ശേഷമാണ് നമ്മൾ ഗരം മസാല 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഗരം മസാല 1.5 ടീസ്പൂൺ മതി. ബിരിയാണിയിലൊക്കെ ഇടുന്ന അതാട്ടോ ഗരം മസാല പറയുന്നത്. അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. നല്ലതുപോലെ എൻ്റെ കൈ പൊള്ളിയും കൊണ്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഒടിച്ചിലാണ് ഫുള്ളും. ഇത് എന്നിട്ട് നല്ലോണം നമുക്ക് തക്കാളി, ഉള്ളിയും പച്ചമുളകും എല്ലാം മിക്സ് ചെയ്ത് ഇതാക്കുക. ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ വെള്ളത്തിൽ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നാൽ പിന്നെ ഉപ്പ് ഇതായിക്കോളും, പിടിച്ചോളും. അങ്ങനെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇളക്കിയും കൊണ്ട് തന്നെ നിൽക്കണം. ഇളക്കി ഒരു വയ്യെത്തും. നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. കുഴപ്പമില്ല, വലിയ ടേസ്റ്റില്ല, എന്നാലും കുഴപ്പമില്ല. ഉപ്പ് അത്യാവശ്യം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് വാങ്ങിയില്ല, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത്. എനിക്കെന്തോ ഒന്നും ടേസ്റ്റ് തോന്നിയിട്ടില്ല. ഇപ്പം അതായി വന്ന ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും, ഞാൻ ഉണ്ടാക്കണമല്ലേ, എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും ഗൈസ്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് സുറുക്ക ഒഴിച്ച് കൊടുക്കാൻ വിചാരിച്ച്. അത് ഞാൻ വെറുതെ ഒഴിച്ചതാണ്. ഒരിത്തിരി സുറുക്ക, അത് നല്ല ടേസ്റ്റാട്ടോ കറിക്ക്. കുറച്ച് സുറുക്കൊക്കെ ഒഴിച്ച് കൊടുക്കുക എല്ലാവരും. പിന്നെ അതിൻ്റെ ശേഷം നമ്മളെ സ്വന്തം ചിക്കൻ മോനെ വിളിച്ചു. നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. കഴുകി വെച്ച ചിക്കനാണ് കേട്ടോ ഗൈസ്, കഴുകാണ്ട് എടുത്തുണ്ടെന്നല്ല. അപ്പോൾ ചിക്കൻ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം. ഒന്നായിട്ട് കണ്ടില്ല വരുന്നു. നമ്മൾ നന്നായിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ കറി നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് പിടിച്ചിട്ട് മസാല ഒക്കെ പിടിക്കണം നമ്മൾ ചിക്കനിന്. അതിനെക്കൊണ്ട് നല്ലോണം നമ്മളെ ശക്തി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കളിക്കാൻ ഒന്ന് പിടിക്കണ വരെ നമുക്ക് ഇളക്കാം. എൻ്റെ അവിടുന്ന് കയ്യിലൊക്കെ ചിന്തണൊക്കെ ഉണ്ട്. ഇളക്കിൻ്റെ ഓവർ ഇളക്കാൻ കാരണം ചിന്തി കളിക്കുന്നൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ഇളക്കി ഒരു എത്തുമ്പോൾ നമുക്ക് കുക്കർ മൂടി വെക്കണം. അതിന് ശേഷം നമ്മൾ ശക്തി മൊത്തത്തിലെടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോഴാണ് നമ്മളെ നെയ്ച്ചോറിന് വിസിൽ വന്നിക്കണത്. അപ്പോൾ നെയ്ച്ചോറ് തുറന്ന് നോക്കി നല്ല അടിപൊളിയായിട്ട് നല്ല നമ്മളെ നെയ്ച്ചോറ് റെഡിയായി. ചിക്കൻ അപ്പോൾ ജസ്റ്റ് തളിച്ചെന്ന് നമ്മൾ ചിക്കൻ മൂടി വെച്ച് നെയ്ച്ചോറൊന്ന് നോക്കി വല്ലാണ്ട് കട്ടൊന്നും പിടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കണം. നമുക്ക് പ്രത്യേകിച്ച് കോളായിട്ടൊന്നുമില്ല ഗൈസ്, അടിപൊളിയാണ്, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇങ്ങനെ നമ്മൾ സെറ്റായിക്കണേ, ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ നമ്മളൊരു പപ്പടം പൊരിച്ച് നോക്കി, കൊളായി ഗൈസ്. എനിക്ക് പപ്പടം പൊരിക്കാൻ അറിയില്ല, ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ. ഞാൻ കൈനെ കൊണ്ടൊക്കെ എടുക്കാൻ നോക്കി, പക്ഷേ അതെടുക്കണമെങ്കിൽ ഒരു സാധനം വേണം. അപ്പോൾ ഇതിന് കരിഞ്ഞു പോയി ഗൈസ്, പപ്പടം ഫ്ലോപ്പായി. പക്ഷെ സാരമില്ല, നമ്മളെ ചിക്കൻ കറി നെയ്ച്ചോറ് അടിപൊളിയായിരിക്കണം ഗൈസ്. ചിക്കൻ കറി 3 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്ത് നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡിയാണ്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അച്ചാറ്, പപ്പടം, നെയ്ച്ചോറ് റെഡി ഗൈസ്. 20 മിനിറ്റ്സിനുള്ളിൽ ഇത്രയും സാധനം ഉണ്ടാക്കി ഞാൻ വലിയൊരു സംഭവം തന്നെ.